എല്ലാവർക്കും ബ്രെയിനി ബ്രൈറ്റ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th പ്രിലിംസിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിലേറ്റഡ് ഫാക്ട്സുമാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി. ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എത്രയാണ്? ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത് വരെ. എത്രയാണ്? 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത് വരെ. അപ്പം എന്താണ് രേഖാംശ വ്യാപ്തി? എത്രയാണ് ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തി? 68 ഡിഗ്രി 7 മിനിറ്റ് കിഴക്ക് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്ക് വരെ. എത്രയാണ്? 68 ഡിഗ്രി 7 മിനിറ്റ് കിഴക്ക് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്ക് വരെ. ഇന്ത്യയുടെ ഏകദേശ രേഖാംശീയ വ്യാപ്തി എത്രയാണ്? 30 ഡിഗ്രിയാണ്. ഇന്ത്യയുടെ ഏകദേശ രേഖാംശീയ വ്യാപ്തി എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. അതുപോലെ ഇന്ത്യയുടെ ഏകദേശ അക്ഷാംശീയ വ്യാപ്തിയും 30 ഡിഗ്രിയാണ്. രേഖാംശീയ വ്യാപ്തിയും അക്ഷാംശീയ വ്യാപ്തിയും 30 ഡിഗ്രിയാണ്. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏതാണ്? ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏതാ? ഉത്തരായന രേഖ 23.5 ഡിഗ്രി വടക്ക്. ഉത്തരായന രേഖ 23.5 ഡിഗ്രി വടക്ക്. ഓക്കെ, അടുത്തത് ഇന്ത്യയുടെ മാനക രേഖാംശം എത്രയാണ്? ഇന്ത്യയുടെ മാനക രേഖാംശം എത്രയാ? 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശ രേഖ. 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശ രേഖ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയേക്കാൾ വലുപ്പമുള്ള രാജ്യം ഏതാണ്? ഇന്ത്യയേക്കാൾ വലുപ്പമുള്ള രാജ്യം ബ്രസീലാണ്. ഇന്ത്യയേക്കാൾ വലുപ്പമുള്ള രാജ്യം ബ്രസീലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച്. കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് ഏതാണ്? അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ച്. അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ച്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, സൂര്യനിൽ നിന്നും പ്രകാശത്തിന് ഭൂമിയിലെത്താൻ ഡാഷ് സമയം മതിയാകും. സൂര്യനിൽ നിന്നും പ്രകാശത്തിന് ഭൂമിയിലെത്താൻ ഡാഷ് സമയം മതിയാകും. എത്ര സമയമാണ്? 8 മിനിറ്റ് 20 സെക്കൻഡ്. എത്രയാണ്? 8 മിനിറ്റ് 20 സെക്കൻഡ്. ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തെക്കാൾ എന്തായിരിക്കും? ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തെക്കാൾ കുറവായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് എന്ത്? പിണ്ഡം. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് പിണ്ഡം. അടുത്ത ക്വസ്റ്റ്യൻ, ഊർജത്തിന്റെ CGS യൂണിറ്റ് ഏത്? ഊർജത്തിന്റെ CGS യൂണിറ്റ് ഏത്? എർഗ്. അപ്പൊ SI യൂണിറ്റ് ഏതാണ്? ജൂൾ. SI യൂണിറ്റ് ജൂൾ. CGS യൂണിറ്റ് എർഗ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിൽ പോകാം. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ പുറത്തുവിടുന്ന വാതകം ഏതാണ്? ഓക്സിജൻ. ഏതാണ്? ഓക്സിജൻ. അടുത്ത ക്വസ്റ്റ്യൻ, മെൻഡലീഫിന്റെ ആവർത്തന പട്ടികയിൽ മൂലകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ആറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിൽ. എങ്ങനെയാണ്? ആറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിൽ. എന്നാൽ ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആവർത്തന പട്ടികയുടെ പിതാവ് ദിമിത്രി മെൻഡലീവ്. ആരാണ്? ദിമിത്രി മെൻഡലീവ്. മെൻഡലീഫിന്റെ ആവർത്തന പട്ടികയിൽ മൂലകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ആറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിൽ. ഓക്കെ അല്ലേ? അടുത്തത്, ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? അറ്റോമിക സംഖ്യയുടെ ആരോഹണ ക്രമത്തിലാണ്. എങ്ങനെയാണ്? അറ്റോമിക സംഖ്യയുടെ ആരോഹണ ക്രമത്തിൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, സോപ്പ് ജലത്തിൽ ലയിക്കുമ്പോൾ ജലത്തിന്റെ പ്രതലബലം എന്താകും? ആദ്യം കൂടുകയും പിന്നെ കുറയുകയും ചെയ്യുന്നു. എങ്ങനെ? ആദ്യം കൂടുകയും
പിന്നെ കുറയുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ പ്രതലബലം എന്താണ്? പ്രതലബലം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ദ്രാവക പാടയോ ദ്രാവകോ ഉപരിതലമോ അതിൻ്റെ വിസ്തീർണം പരമാവധി കുറയ്ക്കാൻ വേണ്ടി ഉളവാക്കുന്ന ബലം. എന്താണ്? ഒരു ദ്രാവക പാടയോ ദ്രാവകോ ഉപരിതലമോ അതിൻ്റെ വിസ്തീർണം പരമാവധി കുറയ്ക്കാൻ വേണ്ടി ഉളവാക്കുന്ന ബലം പ്രതലബലം അല്ലെങ്കിൽ സർഫസ് ടെൻഷൻ എന്നും പറയും. ഓക്കെ, അപ്പോൾ ഈ മഴത്തുള്ളികളുടെ ഗോളാകൃതിക്ക് എന്താണ് കാരണം? മഴത്തുള്ളികളുടെ ഗോളാകൃതിക്ക് കാരണം എന്താണ്? പ്രതലബലാണ് കാരണം, പ്രതലബലം. അതേപോലെ ഒരു ദ്രാവകത്തെ ചൂടാക്കുമ്പോൾ പ്രതലബലത്തിന് എന്താണ് വ്യത്യാസം ഉണ്ടാകുക? പ്രതലബലം കൂടുവോ കുറയോ? ഒരു ദ്രാവകത്തെ ചൂടാക്കുമ്പോൾ പ്രതലബലം കുറയും. എന്താണ്? പ്രതലബലം കുറയും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കേശലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 2. കേശലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2. താഴെ പറയുന്നവയിൽ ഏതിൻ്റെ ന്യൂക്ലിയസിലാണ് ന്യൂട്രോൺ ഇല്ലാത്തത്? ഏതിലാണ്? പ്രോട്ടിയം. താഴെ പറയുന്നവയിൽ ഏതിൻ്റെ ന്യൂക്ലിയസിലാണ് ന്യൂട്രോൺ ഇല്ലാത്തത്? ഏതാണ്? പ്രോട്ടിയം. ഓക്കെ, രക്തം കട്ടപ്പിടിക്കുന്നതിനാവശ്യം വേണ്ട ജീവകം. രക്തം കട്ടപ്പിടിക്കുന്നതിനാവശ്യം വേണ്ട ജീവകം ഏതാണ്? ജീവകം കെ. ശരീരത്തിൽ ഇരുമ്പിൻ്റെ ആഗിരണം ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ സി. ഏതാണ്? വൈറ്റമിൻ സി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സെഹത്ത് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ആരായിരുന്നു? സെഹത്ത് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ആരായിരുന്നു? ആരാണ്? രവിശങ്കർ പ്രസാദ്. ആരാണ്? രവിശങ്കർ പ്രസാദ്. ഓക്കെ, ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പ്രദേശം. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ആമസോൺ മഴക്കാടുകൾ. ഏതാണ്? ആമസോൺ മഴക്കാടുകൾ. അടുത്തത്, പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? സെറിബെല്ലം. ഏതാണ്? സെറിബെല്ലം. അതേപോലെ മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏതാണ്? സെറിബെല്ലമാണ്. ഏതാണ്? സെറിബെല്ലം. പിന്നെ എന്താണ്? ശരീരത്തിൻ്റെ തുലനാവസ്ഥ നിലനിർത്തുന്ന മസ്തിഷ്ക ഭാഗവും ആരാണ്? സെറിബെല്ലമാണ്. ആരാണ്? സെറിബെല്ലമാണ്. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? സെറിബെല്ലം. ഇതെവിടെയാണ് കാണപ്പെടുന്നത്? സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. ഓക്കെ, ഒരു ചലനത്തിൽ പേശിയുടെ നീളം കൂടുകയാണെങ്കിൽ ആ കോൺട്രാക്ഷൻ അറിയപ്പെടുന്നത് എങ്ങനെ? ഒരു ചലനത്തിൽ പേശിയുടെ നീളം കൂടുകയാണെങ്കിൽ ആ കോൺട്രാക്ഷൻ അറിയപ്പെടുന്നത് എന്താണ്? എസെൻട്രിക്. ഏതാണ്? എസെൻട്രിക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ശ്വാസകോശത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ആവരണമാണ് എന്ത്? പ്ലൂറ. ഏതാണ്? പ്ലൂറ. ഓക്കെ, മനുഷ്യനിൽ എത്ര തരം പല്ലുകളാണുള്ളത്? എത്ര തരമാണ്? 4 തരം. ഏതൊക്കെയാണ്? കോമ്പല്ല്, ഉളിപ്പല്ല്, ചർവണകം, അഗ്രചർവണകം. ഏതൊക്കെയാണ്? കോമ്പല്ല്, ഉളിപ്പല്ല്, ചർവണകം, അഗ്രചർവണകം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ശരീരത്തിൻ്റെ തുലനാവസ്ഥ നിയന്ത്രിക്കുന്ന ഭാഗം ഏതാണ്? നമ്മളിപ്പോൾ പറഞ്ഞു. ഏതാണ്? സെറിബെല്ലം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരത്തിന് വേദിയായ സ്ഥലം ഏത്? കേരളത്തിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരത്തിന് വേദിയായ സ്ഥലം ഏത്? വെങ്ങാനൂർ. ഏതാണ്? വെങ്ങാനൂർ. അടുത്ത ക്വസ്റ്റ്യൻ. ആൻറ്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ്. ആൻറ്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഏതാണ്? O ഗ്രൂപ്പ്. ഏതാണ്? O ഗ്രൂപ്പ്. ഓക്കെ, ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? O പോസിറ്റീവ്. ഏതാണ്? O പോസിറ്റീവ്. അടുത്ത ക്വസ്റ്റ്യൻ. കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ്റെ ആസ്ഥാനം.
കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയാണ്? തൃശൂർ. അക്കാമ്മ ചെറിയാനെ തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അക്കാമ്മ ചെറിയാനെ തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ആഗമാനന്ദ സ്വാമി ആദ്യം ആശ്രമം സ്ഥാപിച്ചത് എവിടെയാണ്? പുതുക്കാട്. എവിടെയാണ്? പുതുക്കാട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അക്കാമ്മ ചെറിയാന്റെ ജനനം എവിടെയാണ്? അക്കാമ്മ ചെറിയാൻ ജനിച്ചത്? കാഞ്ഞിരപ്പള്ളി. എവിടെയാണ്? കാഞ്ഞിരപ്പള്ളി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പക്ഷി നിരീക്ഷകനായ ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ആരുടെ പേരിലാണ്? ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ഏതാണ്? തട്ടേക്കാട്. ഏതാണ്? തട്ടേക്കാട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ജൈവസമ്പുഷ്ടമായ മണ്ണിനം ഏതാണ്? പർവ്വത മണ്ണ്. പർവ്വത മണ്ണ്. അടുത്ത ക്വസ്റ്റ്യൻ. വേനൽക്കാലത്തെ ശരാശരി മഴ എത്രയാണ്? വേനൽക്കാലത്തെ ശരാശരി മഴ എത്രയാണ്? 40 സെന്റിമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിന്റെ വടക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? കർണാടക. ഏത് സംസ്ഥാനമാണ്? കർണാടക. അടുത്ത ക്വസ്റ്റ്യൻ. കാലടിയിൽ രാമകൃഷ്ണ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് ആരാണ്? ആഗമാനന്ദ സ്വാമി. ആഗമാനന്ദ സ്വാമി. എവിടെയാണ്? കാലടിയിൽ രാമകൃഷ്ണ അദ്വൈതാശ്രമം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ കേണൽ ലീഗർ. കേണൽ ലീഗർ. വേലുത്തമ്പി ദളവ ആരാണ്? വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയ ഭരണാധികാരിയാണ് വേലുത്തമ്പി ദളവ. കുണ്ടറ വിളംബരം നടത്തിയ ഭരണാധികാരിയാണ് വേലുത്തമ്പി ദളവ. വേലുത്തമ്പി ദളവ ജീവത്യാഗം ചെയ്തത് എപ്പോഴാണ്? 1809. എപ്പോഴാണ്? 1809. വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്ത ക്ഷേത്രം ഏതാണ്? മണ്ണടി ക്ഷേത്രം. എവിടെയാണ്? പത്തനംതിട്ട. മണ്ണടി ക്ഷേത്രം, പത്തനംതിട്ട. വേലുത്തമ്പി ദളവ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പത്തനംതിട്ട, മണ്ണടി. എവിടെയാണ്? മണ്ണടി. വേലുത്തമ്പി ദളവ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മണ്ണടി, പത്തനംതിട്ട. പ്രതിമയോ? പ്രതിമ സ്ഥിതി ചെയ്യുന്നത് സെക്രട്ടേറിയറ്റിൽ, ഭരണശിലാ കേന്ദ്രത്തിൽ. ഓക്കെ, വേലുത്തമ്പി ദളവയുടെ പേരിൽ സ്ഥാപിതമായ കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ധനുവച്ചപുരം. എവിടെയാണ്? ധനുവച്ചപുരം. എവിടെയാണ്? ധനുവച്ചപുരം, തിരുവനന്തപുരം. ധനുവച്ചപുരം, തിരുവനന്തപുരം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാല. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാല ഏതാണ്? അഞ്ചുതെങ്ങ്. എവിടെയാണ്? അഞ്ചുതെങ്ങ്. പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ കറുവാത്തോട്ടം എവിടെയാണ്? പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ കറുവാത്തോട്ടം എവിടെയാണ്? അഞ്ചരക്കണ്ടി. എവിടെയാണ്? അഞ്ചരക്കണ്ടി. അടുത്ത ക്വസ്റ്റ്യൻ. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം 1697. 1697. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 744 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതാണ്? തിരുമംഗലം, കൊല്ലം. തിരുമംഗലം ടു കൊല്ലം. ക്വസ്റ്റ്യൻ? കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 744 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ തിരുമംഗലം, കൊല്ലം. തിരുമംഗലം, കൊല്ലം. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച വർഷം. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച വർഷം 1972. എപ്പോഴാണ്? 1972. അടുത്ത ക്വസ്റ്റ്യൻ. പള്ളിവാസൽ പദ്ധതി ഏതു നദിയിൽ? പള്ളിവാസൽ പദ്ധതി ഏതു നദിയിൽ? മുതിരപ്പുഴ. മുതിരപ്പുഴ.
അടുത്ത ക്വസ്റ്റ്യൻ, മാസ്റ്റർ വീവർ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കുടിൽ വ്യവസായം ഏതാണ്? കൈത്തറി. ഏതാണ്? കൈത്തറി. അടുത്ത ക്വസ്റ്റ്യൻ, പൗരന്മാരുടെ മൗലികാവകാശങ്ങളുടെ മേൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള അധികാരം ആർക്കാണ്? പൗരന്മാരുടെ മൗലികാവകാശങ്ങളുടെ മേൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള അധികാരം ആർക്കാണ്? പാർലമെന്റ്. ആർക്കാണ് അധികാരം? പാർലമെന്റ്. അടുത്ത ക്വസ്റ്റ്യൻ, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി എവിടെയാണ്? സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി എവിടെയാണ്? കൊച്ചിയിൽ. എവിടെയാണ്? കൊച്ചി. മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് എന്തൊക്കെയാണ്? മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? അനുച്ഛേദം 15. ഇങ്ങനെ അനുച്ഛേദം 15. ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് എന്താണ്? മൗലികാവകാശങ്ങൾ. എന്താണ്? മൗലികാവകാശങ്ങൾ. ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? എന്താണ്? ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? എന്താണ്? മൗലികാവകാശങ്ങൾ. ഏതാണ്? മൗലികാവകാശങ്ങൾ. എന്തൊക്കെയാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല്, ഇന്ത്യയുടെ മാഗ്ന കാർട്ട, ഇതൊക്കെ എന്തിനെയാണ് വിശേഷിപ്പിക്കുന്നത്? മൗലികാവകാശങ്ങളെയാണ് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് ആരാണ്? ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് ആര്? രാജാറാം മോഹൻ റോയ്. ആരാണ്? രാജാറാം മോഹൻ റോയ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ആധുനിക ഭാരതത്തിൻ്റെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത് ആര്? എന്താണ്? ആധുനിക ഭാരതത്തിൻ്റെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത് ആര്? രാജാറാം മോഹൻ റോയ്. ആരാണ്? രാജാറാം മോഹൻ റോയ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത് ഏതു വർഷമായിരുന്നു? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത് ഏതു വർഷമായിരുന്നു? 1858. എപ്പോഴാണ്? 1858. അടുത്ത ക്വസ്റ്റ്യൻ, ബംഗാളിൽ ദ്വിഭരണം നിർത്തലാക്കിയ ഗവർണർ ജനറൽ. എന്താണ്? ബംഗാളിൽ ദ്വിഭരണം നിർത്തലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ്. ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുമായി വാണിജ്യബന്ധം സ്ഥാപിച്ച ആദ്യ യൂറോപ്യൻ ശക്തി. ഇന്ത്യയുമായി വാണിജ്യബന്ധം സ്ഥാപിച്ച ആദ്യ യൂറോപ്യൻ ശക്തി ആരാണ്? പോർച്ചുഗീസുകാർ. ആരാണ്? പോർച്ചുഗീസുകാർ. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ്? ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ്? കേന്ദ്ര സർക്കാരിന്. ആർക്കാണ്? കേന്ദ്ര സർക്കാരിന്. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് എപ്പോഴാണ് സ്ഥാപിതമായത്? 1993 ഒക്ടോബർ 12. എപ്പോഴാണ്? 1993 ഒക്ടോബർ 12. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി. എവിടെയാണ്? ന്യൂഡൽഹി. എന്തിൻ്റെ ആസ്ഥാനമാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും സ്ഥാനത്തു നിന്നും നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ആർക്ക്? എന്താണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും സ്ഥാനത്തു നിന്നും നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ആർക്ക്? രാഷ്ട്രപതിക്ക്. ആർക്കാണ്? രാഷ്ട്രപതിക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതി. ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതി ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ പ്രസിഡന്റ് പദത്തിലെയും മുൻപ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വഹിച്ചിരുന്ന പദവി ഏതാണ്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. എന്താണ്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ.
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നീലം കലാപം നടന്നത് ഏത് സംസ്ഥാനത്താണ്? നീലം കലാപം നടന്നത് ഏത് സംസ്ഥാനത്താണ്? എവിടെയാണ്? ബംഗാൾ. എവിടെയാണ്? ബംഗാൾ. അടുത്ത ക്വസ്റ്റ്യൻ. ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത്? ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ആരാണ്? ജവഹർലാൽ നെഹ്റു. അടുത്ത ക്വസ്റ്റ്യൻ. ജവഹർലാൽ നെഹ്റുവിൻ്റെ അന്ത്യവിശ്രമം സ്ഥലം. ജവഹർലാൽ നെഹ്റുവിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം എവിടെയാണ്? ശാന്തിവനം. എവിടെയാണ്? ശാന്തിവനം. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യക്ക് പുറത്ത് സ്ഥാപിതമായ ആദ്യ യോഗ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യക്ക് പുറത്ത് സ്ഥാപിതമായ ആദ്യ യോഗ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ലോസ് ഏഞ്ചൽസ്. എവിടെയാണ്? ലോസ് ഏഞ്ചൽസ്. അടുത്ത ക്വസ്റ്റ്യൻ. ജമ്മുവിലെ പ്രസിദ്ധമായ സിറ്റി ചൗക്കിൻ്റെ പുതിയ പേര്? ജമ്മുവിലെ പ്രസിദ്ധമായ സിറ്റി ചൗക്കിൻ്റെ പുതിയ പേര് എന്താണ്? ഭാരത് മാതാ ചൗക്ക്. എന്താണ്? ഭാരത് മാതാ ചൗക്ക്. അടുത്ത ക്വസ്റ്റ്യൻ. ടൈഗർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ടൈഗർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ഏതാണ്? മധ്യപ്രദേശ്. ഏതാണ്? മധ്യപ്രദേശ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ജിം കോർബറ്റ് ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ്? ജിം കോർബറ്റ് ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ്? എവിടെയാണ്? ഉത്തരാഖണ്ഡ്. എവിടെയാണ്? ഉത്തരാഖണ്ഡ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇടിമിന്നലോടുകൂടി സാധാരണയായി ഉച്ചയ്ക്കു ശേഷം പെയ്യുന്ന മഴ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഇടിമിന്നലോടുകൂടി സാധാരണയായി ഉച്ചയ്ക്ക് ശേഷം പെയ്യുന്ന മഴ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഏതാണ്? ഉച്ചലിത വൃഷ്ടി. ഏതാണ്? ഉച്ചലിത വൃഷ്ടി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഉത്തരേന്ത്യൻ സമതലത്തിൽ മെയ് ജൂൺ മാസങ്ങളിൽ വീശുന്ന വരണ്ട ഊഷ്ണക്കാറ്റ് ഏതാണ്? ലു. വരണ്ട ഊഷ്ണക്കാറ്റ് ഏതാണ്? ലു. അടുത്ത ക്വസ്റ്റ്യൻ. സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം? സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം ഏതാണ്? ചില്ലാർ. ഏതാണ്? ചില്ലാർ. ഇന്ത്യയുടെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമി. അടുത്ത ക്വസ്റ്റ്യൻ. അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി എന്താണ്? അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏതാണ്? ഗംഗ. അടുത്ത ക്വസ്റ്റ്യൻ. ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി എന്താണ്? ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി എന്താണ്? ത്രികോണം. എന്താണ്? ത്രികോണം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കേ അറ്റവും തെക്കേ അറ്റവും തമ്മിൽ ഏകദേശം എത്ര ഡിഗ്രിയുടെ വ്യത്യാസമാണുള്ളത്? 30 ഡിഗ്രി. എത്ര ഡിഗ്രി? 30 ഡിഗ്രി. അടുത്ത ക്വസ്റ്റ്യൻ. ഉത്തരാർദ്ധഗോളത്തിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ ഏത് ഭാഗത്താണ് ഇന്ത്യയുടെ സ്ഥാനം? എന്താണ്? ഉത്തരാർദ്ധഗോളത്തിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ ഏത് ഭാഗത്താണ് ഇന്ത്യയുടെ സ്ഥാനം? തെക്ക്. ഏതാണ്? തെക്ക്. വൈദ്യുത ചാർജുള്ള കണങ്ങളായി ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥയാണ് പ്ലാസ്മ അവസ്ഥ. ഏതാണ്? പ്ലാസ്മ അവസ്ഥ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ്രവ്യവും ഊർജവും ഒരേ അസ്തിത്വത്തിന്റെ 2 ഭിന്ന രൂപങ്ങൾ മാത്രമാണെന്ന് സമർത്ഥിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഐൻസ്റ്റീൻ. ആരാണ്? ഐൻസ്റ്റീൻ. അടുത്ത ക്വസ്റ്റ്യൻ. ന്യൂട്ടൺ എന്നത് എന്തളക്കാനുള്ള ഏകകമാണ്? ന്യൂട്ടൺ എന്നത് എന്തളക്കാനുള്ള ഏകകമാണ്? എന്തളക്കാനാണ്? ബലം. ബലം അളക്കാനുള്ള ഏകകമാണ് ന്യൂട്ടൺ. ഓക്കെ. സൂര്യൻ്റെ ഉപരിതലത്തിലെ ശരാശരി താപനില. സൂര്യൻ്റെ ഉപരിതലത്തിലെ ശരാശരി താപനില എത്രയാണ്? 5500 ഡിഗ്രി സെൽഷ്യസ്. 5500 ഡിഗ്രി സെൽഷ്യസ്. അടുത്ത ക്വസ്റ്റ്യൻ. 16ാമത്തെ ഗ്രൂപ്പിൽ ഏറ്റവും ക്രിയാശീലത കൂടിയ മൂലകം. 16ാമത്തെ ഗ്രൂപ്പിൽ ഏറ്റവും ക്രിയാശീലത കൂടിയ മൂലകം ഏതാണ്? ഓക്സിജൻ. ഏതാണ്? ഓക്സിജൻ. അടുത്ത ക്വസ്റ്റ്യൻ. വാഷിംഗ് സോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന രാസസംയുക്തം. വാഷിംഗ് സോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന രാസസംയുക്തം ഏതാണ്? സോഡിയം ഹൈഡ്രോക്സൈഡ്. ഏതാണ്? സോഡിയം ഹൈഡ്രോക്സൈഡ്. ഇരുമ്പിൻ്റെ ധാതുവാണ് ഏതാണ്? ഹെമറ്റൈറ്റ്. ഇരുമ്പിൻ്റെ ധാതുവാണ് ഹെമറ്റൈറ്റ്. ഓക്കെ, ഇരുമ്പിൻ്റെ ധാതുവാണ് ഹെമറ്റൈറ്റ്. ഈ ഹെമറ്റൈറ്റ് മാത്രമാണോ ഇരുമ്പിൻ്റെ ധാതു? ഹെമറ്റൈറ്റ് ഉണ്ട്, മാഗ്നറ്റൈറ്റും ഉണ്ട്. എന്താണ്? ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്.
അതുപോലെ അലൂമിനിയത്തിൻ്റെ ഏതാണ്? ബോക്സൈറ്റ്, അലൂമിനിയം ബോക്സൈറ്റ്. കോപ്പർ ആണെങ്കിലോ കോപ്പർ പൈറൈറ്റ്സ്. എന്താണ്? കോപ്പർ പൈറൈറ്റ്സ്. പിന്നെ കുപ്രൈറ്റ്, കോപ്പറിൻ്റെത് കോപ്പർ പൈറൈറ്റ്സും കുപ്രൈറ്റും. ഓക്കെ. സിങ്കിൻ്റെ എന്താണ്? സിങ്ക് ബ്ലെൻഡ് കലാമിൻ, സിങ്ക് ബ്ലെൻഡ് കലാമിൻ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, കോൾ ഗ്യാസിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് എന്താണ്? കോൾ ഗ്യാസിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഹൈഡ്രജൻ. എന്താണ്? ഹൈഡ്രജൻ. അടുത്ത ക്വസ്റ്റ്യൻ, ന്യൂക്ലിയസിനെ ചുറ്റി കറങ്ങുന്ന കണിക. ന്യൂക്ലിയസിനെ ചുറ്റി കറങ്ങുന്ന കണിക എന്താണ്? ഇലക്ട്രോൺ. ഏതാണ്? ഇലക്ട്രോൺ. അടുത്ത ക്വസ്റ്റ്യൻ, ഹരിതഗൃഹ വാതകങ്ങൾക്ക് ഉദാഹരണമല്ലാത്തത്. ഹരിതഗൃഹ വാതകങ്ങൾക്ക് ഉദാഹരണമല്ലാത്തത് ഏതാണ്? നൈട്രജൻ. ഏതാണ്? നൈട്രജൻ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഏതാണ്? അനുയാത്ര. ഏതാണ്? അനുയാത്ര. അടുത്ത ക്വസ്റ്റ്യൻ, അസ്ഥികളുടെയും പല്ലുകളുടെയും ആരോഗ്യകരമായ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ ജീവകം ഏതാണ്? ജീവകം ഡി. ഏതാണ്? ജീവകം ഡി. ക്യാരറ്റിൽ ധാരാളമായുള്ള ബീറ്റ കരോട്ടിൻ എവിടെ വെച്ചാണ് വൈറ്റമിൻ എ ആയി മാറുന്നത്? എന്താണ്? ക്യാരറ്റിൽ ധാരാളമായുള്ള ബീറ്റ കരോട്ടിൻ എവിടെ വെച്ചാണ് വിറ്റാമിൻ എ ആയി മാറുന്നത്? എവിടെ നിന്നാണ്? കരളിൽ വെച്ച്. എവിടെയാണ്? കരളിൽ വെച്ച്. അടുത്ത ക്വസ്റ്റ്യൻ, കാൽമുട്ടിലെ അസ്ഥിയുടെ പേര്? പെറ്റല്ല. എന്താണ്? പെറ്റല്ല. അടുത്ത ക്വസ്റ്റ്യൻ, ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? സെറിബ്രം. ഏതാണ്? സെറിബ്രം. അടുത്ത ക്വസ്റ്റ്യൻ, സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. എന്താണ്? സെറിബെല്ലം. എവിടെയാണ് കാണപ്പെടുന്നത്? സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളായി കാണപ്പെടുന്നു. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ലോക ഹീമോഫീലിയ ദിനം എപ്പോഴാണ്? ഏപ്രിൽ 17. ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17. അടുത്ത ക്വസ്റ്റ്യൻ, ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്തരം ഏതാണ്? പ്ലൂറ. ഏതാണ്? പ്ലൂറ. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യരുടെ വായിലെ ഉളിപ്പല്ലുകളുടെ എണ്ണം എത്ര? മനുഷ്യരുടെ വായിലെ ഉളിപ്പല്ലുകളുടെ എണ്ണം എത്ര? എത്രയാണ്? 8. എത്രയാണ്? 8. അടുത്ത ക്വസ്റ്റ്യൻ, സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവം ഏത്? ഏതാണ്? മലയാളി മെമ്മോറിയൽ. ഏതാണ്? മലയാളി മെമ്മോറിയൽ. തിരുവിതാംകൂറുകാർക്ക് ഇത് ഏതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? ഇത് നമ്മുടെ മലയാളി മെമ്മോറിയലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. എന്താണ്? തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഓക്കെ. തിരുവിതാംകൂറുകാർക്ക് എന്ന നമ്മുടെ വീഡിയോ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത കലാപത്തിൽ പങ്കെടുത്ത ഗോത്രവിഭാഗക്കാർ ഏതാണ്? ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത കലാപത്തിൽ പങ്കെടുത്ത ഗോത്രവിഭാഗക്കാർ ആരാണ്? കുറിച്യർ, കുറുമ്പർ. ആരാണ്? കുറിച്യർ, കുറുമ്പർ. ഓക്കെ.